കഴിഞ്ഞ രാത്രി പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത്. എന്നാലും ഉറി പോലുള്ള ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ഷെല്ലാക്രമണം തുടരുന്നുവെന്ന വാർത്തകളുണ്ട്. അവരുടെ എല്ലാ അഡ്വഞ്ചറസിനും ഇന്ത്യൻ സേന കനത്ത മറുപടി നൽകും. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ എല്ലാവിധമായ ഗൂഢ നീക്കങ്ങളും തച്ച് തകർക്കാൻ ഇന്ത്യ സേന സജ്ജമായി കഴിഞ്ഞു. 3 സേനാ വിഭാഗങ്ങളും കളത്തിലിറങ്ങി കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിർത്തിയിലെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ അശാന്തി പടരുന്നു. ചില പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം വന്നു. അതിർത്തി പ്രദേശങ്ങളിലുള്ള ചില വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞു. എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും ഇന്ത്യ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന വാർത്തയും വരുന്നു. മാത്രമല്ല, അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇന്ത്യയോട് ആയുധം താഴെ വയ്ക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതും പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. ഈ അവസരത്തിൽ നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീവ്രവാദികൾക്ക് ആളും അർത്ഥവും നൽകി സഹായിക്കുന്ന പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോള സമ്മർദ്ദം പാകിസ്ഥാന് മേലാണുള്ളത്. ഇന്ത്യക്ക് മേൽ ഒരു സമ്മർദ്ദവും അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ മറ്റേതെങ്കിലും ശക്തികളുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ചൈന പോലും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. 2-3 കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ചൂണ്ടിക്കാട്ടേണ്ടത്. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിത്യച്ചെലവിന് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. ഒരു വാറിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ 3-4 ദിവസം കൊണ്ട് തീരാവുന്ന സൈനിക സംവിധാനങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ്റെ പക്കലുള്ളത് എന്നാണ് അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടിയൊന്നും നേരിടാൻ അവർക്ക് കഴിയില്ല എന്നത് വസ്തുതയുമാണ്. മറ്റൊന്ന്, ആഭ്യന്തരമായി നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന് മേലുണ്ടാകുന്ന വലിയ സമ്മർദ്ദം. ഏത് സമയത്തും പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ തകർക്കാം എന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. അതിനവർ തയ്യാറാണ്. അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാനുമായി ഒട്ടും നല്ല ബന്ധമല്ല ഇപ്പോൾ. ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന വിമോചനത്തിന് വേണ്ടി, ബലൂചിസ്ഥാൻ വിമോചനത്തിന് വേണ്ടി അവർ നടത്തുന്ന നീക്കങ്ങൾ അത് ഈ ദിവസങ്ങളിൽ കുറെ കൂടി ശക്തമായിട്ടുണ്ട്. BLA പറയുന്നത് ബലൂചിസ്ഥാൻ ഞങ്ങൾ മോചിപ്പിച്ചു എന്നാണ്. കൊറ്റ അതിൻ്റെ തലസ്ഥാനമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊറ്റയിൽ നിന്ന് പാകിസ്ഥാൻ സേനയെ അവർ പിറകോട്ടടിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് BLA പറയുന്നത് അവർ ബലൂചിസ്ഥാൻ മോചിപ്പിച്ചു, UN ഞങ്ങളെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കണം എന്ന് പറയുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് നിങ്ങളിവിടെ എംബസികൾ തുടങ്ങൂ എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്ന തരത്തിലേക്ക് അവർക്ക് അവിടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതുപോലെ പാകിസ്ഥാനിലെ സൈനിക ഭരണ നേതൃത്വം തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ അത് വല്ലാതെ വഷളായിരിക്കുകയാണ് ഈ മണിക്കൂറുകൾ, ഈ ദിവസങ്ങളിൽ. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ അവിടെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭം നേരിടുന്നുണ്ട്. ആഭ്യന്തരമായി അവർ ചെന്നുവിട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് അവിടെ നിന്ന് വരുന്ന ഓരോ കാഴ്ചകളും. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ സൈനിക നടപടികളിലേക്ക് പോയാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പ്രതിസന്ധിയേക്കാൾ അപ്പുറത്തായിരിക്കും ആഭ്യന്തരമായി അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ. അതിൻ്റെ സൂചനകൾ ഇന്നലെ രാത്രി തന്നെ കണ്ടു. സൈനിക മേധാവി എവിടെ എന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വം അവിടെ ഒന്ന് പോയി ബങ്കറിൽ ഒളിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമായ വിവരങ്ങളല്ല അവിടെ നിന്ന് വരുന്നത്, ആ മണ്ണിൽ നിന്ന് വരുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ സാധാരണ പോലെ തന്നെ നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ നഗരങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, എക്കണോമിക് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ട് ഒരു സേഫ് സോണിൽ നിന്ന് ഈ ദിവസം രാവിലെ തുടങ്ങി. പാകിസ്ഥാൻ പക്ഷേ അങ്ങനെയല്ല. അവർ അവിടുത്തെ ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ്, പെഷാവർ, റാവൽപിണ്ടി തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ഏത് സമയവും ഇന്ത്യക്ക് ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ദുർബലമാണ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ തെളിഞ്ഞ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ആഭ്യന്തരമായ വെല്ലുവിളികൾ നേരിടുകയാണ്. ഒപ്പം ഏത് സമയവും ഇന്ത്യ ഒരു വലിയ ആക്രമണത്തിന് മുതിർന്നാൽ അതിനെ നേരിടാൻ പറ്റുന്ന അവസ്ഥയല്ല പാകിസ്ഥാനും അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്കും.